യൂത്ത് കോൺഗ്രസിന് നേരെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യന്റെ വിമർശനത്തിൽ പ്രതികരണവുമായി രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ വിമർശനം സദുദ്ദേശപരമായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പി.ജെ. കുര്യൻ മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഉപദേശരൂപേണയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതാരെയും കുറ്റപ്പെടുത്തിയല്ല. പ്രവർത്തന രംഗത്ത് യൂത്ത് കോൺഗ്രസും സജീവമാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പി.ജെ. കുര്യൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസും പരിശോധിച്ച് നടപ്പാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അല്ല, കുര്യൻ സാറ് ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം സതുദ്ദേശത്തോടുകൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ്. അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അത് അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല, അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ സതുദ്ദേശത്തോടു കൂടി തന്നെ എടുക്കും. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല ആ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് യൂത്ത് കോൺഗ്രസ് ഒക്കെ നടപ്പാക്കും. സൈബറിനകത്ത് ഇപ്പോൾ ആരെപ്പറ്റി ഞാനൊരു പോസ്റ്റ് ഇട്ടാൽ കൂട്ടത്തോടെ വന്നാണ് എന്നെ ആക്രമിക്കുന്നത്. എനിക്ക് ഇതിനകത്തുള്ളതാണ്. അതും കാര്യം അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, സാറിനെ പോലെ ഒരു സീനിയർ നേതാവ് ഒരു ഉപദേശം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണ്ടേ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്, ഡെപ്യൂട്ടി ചെയർമാനാണ് രാജ്യസഭ. അപ്പോൾ അദ്ദേഹം ചില അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ പാർട്ടി യോഗത്തിൽ പറഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊള്ളുക, നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം. ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വീണ്ടും ഒരു നേതാവ് ടിവിയിൽ കാണിക്കുന്നത്, നേതാക്കളെ ടിവിയിലെ കാണിക്കുന്നുള്ളതാണ് കാണുന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. രാഹുൽ മാക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നല്ല പോരാട്ടം നടത്തുന്നുണ്ട്, സമരങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ പോരാ എന്നുള്ള അഭിപ്രായം. തെരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങനെ നിലപാടെന്താണ്? നിരന്തരമായി കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ അദ്ദേഹം പരസ്യമായി സ്വീകരിക്കുകയാണ്. ഇന്നലെ പി.ജെ. കുര്യൻ സാർ തന്നെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞു. ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കാനില്ല, അത് വരട്ടെ. പി.ജെ. കുര്യന്റെ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടി ഇല്ല എന്ന് പറയുന്നത്, അതായത് അവിടെ ഇലക്ഷൻ നടന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥി നിശ്ചിത വോട്ട് കിട്ടിയില്ല. അല്ല, ഞാൻ പറഞ്ഞ അതാണല്ലോ, അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾ അങ്ങനെ കാണണ്ട. ഒരു സ്നേഹത്തോടു കൂടിയ ഒരു ഉപദേശമായിട്ട് കണ്ടാൽ മതി. ആ ഉപദേശം നമ്മളെല്ലാവരും സ്വീകരിച്ച് തെറ്റുണ്ടെ തിരുത്തണം. അത് ഒരു സീനിയർ ലീഡറല്ലേ, അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ വിമർശിക്കേണ്ട കാര്യമില്ല. പാർട്ടി പരിപാടിയിലാണ് കുര്യൻ സാർ ഇത് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും മുതിർന്ന നേതാക്കൾ പാർട്ടി പരിപാടിയിൽ പറയുന്നത് നല്ലത് തന്നെയല്ല. അങ്ങനെ പാർട്ടി യോഗത്തിലല്ലേ അദ്ദേഹം പറഞ്ഞത്, വെളിയിലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അത് സ്വീകരിച്ച് തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം പി.ജെ. കുര്യൻ കടുത്ത വിമർശനം ഉന്നയിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷന്മാരെ TV ചർച്ചകളിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് വിമർശിച്ച പി.ജെ. കുര്യൻ SFI ശുഭിത യൗവനത്തെ കൂടെ നിർത്തുകയാണെന്നും പറഞ്ഞിരുന്നു. ഞാൻ ആ യോഗത്തിൽ പറഞ്ഞത് സതുദ്ദേശപരമായ ഒരു നിർദ്ദേശമാണ്. അത് ജില്ലാ ആസ്ഥാനത്ത് സമരം നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സമരം നടക്കുന്നുണ്ട്. പോലീസുമായി അടിപിടി ഉണ്ടാകും, ചിലപ്പം പോലീസ് മർദ്ദിക്കും, അതൊക്കെ പത്രങ്ങളിലും വരും. അത് നല്ല കാര്യം. പക്ഷേ പോലീസിൻ്റെ അടിമേടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് വെറുതെ ഇപ്പോൾ അവർ വേണം. പക്ഷേ എന്നാലും ഇല്ല. പക്ഷേ അത് എത്ര പേരാ നമ്മുടെ ഈ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും അല്ലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളില്ല. അപ്പോൾ അത് വേണമെന്ന് ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ, ഞാൻ തെരഞ്ഞെടുപ്പ് കണ്ടാ പറയുന്നത്, സമരം കണ്ടല്ല. സമരത്തിന് ഇതൊക്കെ മതി. തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തുകളിൽ CPM ഗുണ്ടായുസം അറിയാമല്ലോ, അതിനെ നേരിടണമെങ്കിൽ നമുക്കും കുറേ ചെറുപ്പക്കാർ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയോ, സമരത്തിൽ നിർത്തിയാൽ വാർത്ത വരും, TV-യിൽ വരും, അതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ നിങ്ങൾ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോയി ഓരോ പഞ്ചായത്തിലും അതിന് സമയമുണ്ടല്ലോ. ഒരു പഞ്ചായത്ത് ഒരു ദിവസം ചിലവഴിച്ചാൽ മതിയല്ലോ. ഒരു 25 പേരെങ്കിലുള്ള കമ്മിറ്റിയെ, ചെറുപ്പക്കാരുണ്ട്, അവരെ കണ്ടുപിടിച്ച് നമ്മളിവിടെ കൊണ്ടുവരണം. ആരും അവരെ സമീപിക്കുന്നില്ല. അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അതിന് എനിക്കൊരു പശ്ചാത്തലമുണ്ട്. അതായത് ഇവിടെ പല കോപ്പറേറ്റീവ് ബാങ്കുകളിലും UDF ജയിക്കേണ്ട ബാങ്കുകളിൽ വോട്ടിംഗ് ദിവസം CPM
ഈ ചെറുപ്പക്കാർ അല്ലെ അവർ SFI അല്ലെ ഡിവൈഎഫ്ഐക്കാരായാലും അവർ ബൂത്തുകളിൽ ബലമായി തിരുവല്ല ഈസ്റ്റ് കോപ്പറിനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. പ്രവേശിക്കുമ്പോൾ അതിനെ നേരിടാൻ ഒരു 10 യൂത്ത് കോൺഗ്രസ്സുകാരെയും കാണുന്നില്ല. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളും ഇതാ സ്ഥിതി. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ പോരാ. യൂത്ത് കോൺഗ്രസ്സുകാരെ എല്ലാ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഉണ്ടാകണം. 25 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാകണം എങ്കിലും ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് യാതൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ഒരു അഭിപ്രായമാണ്. അതിലെവിടെ ദോഷമെന്ന് എനിക്ക് അറിയത്തില്ല. കൂട്ടത്തിൽ ഞാൻ ഒരു വാചകം പറഞ്ഞു. നിങ്ങൾ SFIയുടെ സമരം കണ്ടല്ലോ, അതെല്ലാവരും കണ്ടതല്ല. അത് ഞാൻ പറഞ്ഞു വിചാരിച്ചെന്താ, SFIയുടെ സമരം നിങ്ങൾ കണ്ടല്ലോ യൂണിവേഴ്സിറ്റിയിൽ എന്ന്. അപ്പോഴേ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞതിനകത്ത് ദുരുദ്ദേശപരമായി ഒന്നുമില്ല, ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. അത് പാർട്ടി ഫോറങ്ങൾ അവസരം കിട്ടുന്നിടത്തൊക്കെ ഞാൻ പറയുന്നത്, ഇപ്പോൾ ആദ്യമായിട്ടല്ലേ എന്ന് പറയുന്നു. ഇതേ അഭിപ്രായം DCCയിൽ ഞാൻ 2 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനടക്കം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുന്നിൽ സാറ് പറയുകയാണ്, ഒരു മണ്ഡലത്തിൽ 25 പേരെങ്കിലും കൂട്ടിയ ശേഷം ബാക്കി മുന്നോട്ട് പോവുക, അല്ലാതെ TV-യിൽ കാണുന്നതല്ല പ്രധാനം. അങ്ങനെ തന്നെ ആണല്ലേ? അതെ, അതിനെന്താ, അത് ശരിയല്ലേ? അതായത് നമ്മൾ ഇപ്പം TV-യിൽ വരണമെങ്കിൽ നമ്മൾ ജില്ലയിൽ നടത്തുന്ന സമഗ്രങ്ങളൊക്കെ വരുവുള്ളല്ലോ. അപ്പോൾ അതെല്ലാം TV-യിൽ വരും. ഞാൻ വേറൊരു പോയിന്റ് പറഞ്ഞു, TV-ക്കും സോഷ്യൽ മീഡിയയ്ക്കും പുറത്ത് 40% ആളുകൾ ഈ സംസ്ഥാനത്തുണ്ട്. അത് ഞാൻ അവിടെ പറഞ്ഞു. അപ്പോൾ അവരെ ആര് അഡ്രസ്സ് ചെയ്യും എന്ന് മാത്രമല്ല, ഈ സമരം ചെയ്യുന്ന അത്രയും നമ്പർ ആളുകൾ, എത്ര ബൂത്തുകളുണ്ട് നമ്മുടെ ജില്ലയിൽ? 1000 ബൂത്തുകളുണ്ട്. ഒരു ബൂത്ത് 2 പേര് ചെറുപ്പക്കാരോ പോലും ഇന്നില്ല, ഒരാൾ പോലും ഇല്ല. അപ്പോൾ അത് എനിക്കൊരു സ്വല്ല, അത് പരിഹരിച്ചില്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് എല്ലാ പാർട്ടിയിലെ മറ്റുള്ളവരെല്ലാം പിന്തുണ കൊടുക്കുകയും വേണം. എൻ്റെ പിന്തുണ ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഞാൻ പൂർണ്ണമായ പിന്തുണ. അങ്ങനെ നാം പ്രത്യേകിച്ച് CPM-ന് ശക്തമായ കേഡറുകൾ ഉള്ളപ്പോൾ, കോൺഗ്രസ് കേഡർ പാർട്ടിയല്ല, അത് ശരിയാണ്. എങ്കിലും യൂത്ത് കോൺഗ്രസ്സാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ്സാണ്. ഓരോ പഞ്ചായത്ത് 25 മുതൽ 50 യൂത്ത് കോൺഗ്രസ്സുകാരാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അതിന്നില്ലാതായി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ജില്ലയിൽ, എൻ്റെ ജില്ലയിൽ തന്നെ പിന്നെ 3 പേര് യൂത്ത് മത്സരിച്ചു, ജയിച്ചോ? നിയമസഭ ജയിച്ചില്ലല്ലോ. എന്താ കാര്യം? അതായത് ഈ ഇലക്ഷനിൽ അവരിറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവരെ ബാക്കപ്പ് ചെയ്യാൻ ചെറുപ്പക്കാർ വേണം. പ്രായമായവർക്കുടെ പ്രവർത്തനങ്ങൾ പരിമിതിയുണ്ട്. അത് എൻ്റെ അഭിപ്രായമാണ്. ആരെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. രാജൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് ബഹുമാനമുള്ള ആളാണ്, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാനൊരു നിർദ്ദേശം പറഞ്ഞതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം